മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വലിയ ദാഹത്തോടെയാണ് നമ്മളെല്ലാവരും ഓടിക്കൂടുന്നത്. വിദേശങ്ങളിലിരുന്നും വിവിധങ്ങളായ ഭവനങ്ങളിലിരുന്നും എല്ലാ വിധത്തിലുള്ള മക്കൾ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. അത് ദൈവത്തിൻ്റെ വലിയ ഒരു കരുണയാണ്, സ്നേഹമാണ്. ഇന്ന് നമ്മോട് ഈശോ പറയുകയാണ്, മോശയെപ്പോലെ ധൈര്യവും തീഷ്ണതയുമുള്ള ശുശ്രൂഷകരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. നീ ആരുമായിക്കൊള്ളട്ടെ, ദരിദ്രനോ സമ്പന്നനോ സൗന്ദര്യമുള്ളവനോ വൈരൂപ്യമുള്ളവനോ ആരുമായിക്കൊള്ളട്ടെ, തീഷ്ണത നിന്റെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് കർത്താവ് പറയുന്ന ഒരു തിരുവചന വാക്യമാണ് കേൾക്കാൻ പോകുന്നത്. 1 രാജാക്കന്മാർ 19, 9, 10 വാക്യങ്ങൾ. ഏലിയ, നീ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. മകളെ, ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയിൽ ജ്വലിക്കുമ്പോഴാണ് ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാകുന്നത്, അഭിവൃദ്ധി ഉണ്ടാകുന്നത്, അഭിഷേകം ഉണ്ടായിത്തീരുന്നത്. ആത്മാക്കളെ തേടുവാനുള്ള ഒരു തീഷ്ണത, സഭയെ ഉണർത്തുവാനുള്ള ഒരു തീഷ്ണത, തിരുസഭയെ ഒരുക്കുവാനുള്ള തീഷ്ണത, സ്വർഗം എത്തിച്ചേരാനുള്ള ഒരു തീഷ്ണത. ഈ തീഷ്ണതയുള്ളവർക്കാണ് കർത്താവ് അഭിഷേകം കൊടുക്കുന്നത്. ഉപകാരം ഉള്ളവരെ ചേർത്ത് പിടിക്കാനും ഉപകാരം ഇല്ലാത്തവരെ വിട്ടുകളയാനുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകണം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകണം. സമൃദ്ധിയുടെ നാളിലും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും തീഷ്ണതയിൽ വളരുമ്പോൾ ദൈവം അവരെ ഉറ്റുനോക്കുന്നു. എത്ര അറിവ് നേടിയാലും എത്ര ഉന്നതനായാലും തീഷ്ണതയുള്ളവരെയാണ് മനുഷ്യനും ദൈവവും ഇഷ്ടപ്പെടുന്നത്. അല്ലയോ സഹോദര, നിന്റെ തീഷ്ണത എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടു പോയത്? നിന്റെ ജ്വലിക്കുന്ന ഹൃദയം എവിടെ വെച്ചാണ് മന്ദീഭവിച്ചു പോയത്? ഏലിയായോടൊപ്പം നമുക്കും പറയാം, ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാനും ജ്വലിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ ഇതാ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, എല്ലാ രോഗികളോടും, എല്ലാ നിയോഗങ്ങളോടും, എല്ലാ സങ്കടം അനുഭവിക്കുന്ന മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.